ഓക്കെ ഗായ്സ്, അപ്പോൾ ഗൈസ് നമ്മുടെ ഫ്രാങ്ക്ലിനും അതേപോലെ തന്നെ നമ്മുടെ ഷിൻജാനും കൂടെ എന്നാലും നമ്മുടെ ഏറ്റവും പുതിയതായിട്ട് നമ്മളാണെങ്കിൽ ഒരു BMW M3കളൊക്കെ എന്നാലും വാങ്ങിച്ചിട്ടുണ്ട്. ആ ഒരു വണ്ടിയിലൊക്കെ ചുമ്മാ ഇങ്ങനെ കറങ്ങി അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഓക്കെ, ഇത് പിന്നെ നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ച വണ്ടികളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഈ വണ്ടി വാങ്ങിച്ച റീസണും ബാക്കി കാര്യങ്ങളൊക്കെ ഏകദേശം കുറേ പേർക്ക് അറിയായിരിക്കും. നമ്മളാണ് ഏറ്റവും അവസാനമായിട്ട് നമ്മളെന്തായാലും ഒരു വീഡിയോകളൊക്കെ ഇട്ടിട്ട് എന്തായാലും ഉണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടവർക്കാണെങ്കിൽ ഇതിൻ്റെ ബാക്കി എന്തായാലും മനസ്സിലാവുന്നതാണ്. ആക്ച്വലി ഗൈസ് നമ്മളാണെങ്കിൽ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ബോംബും കുറേ പടക്കമൊക്കെ വെച്ച് നമ്മളാണെങ്കിൽ വലിയൊരു സ്ഫോടകം പോലെ നടത്തി. ആ സ്ഫോടകം പോലെ നടത്തിയപ്പോൾ നമ്മുടെ വീട് ഫുള്ളായിട്ട് പൊട്ടിത്തെറിച്ച് മൊത്തത്തിൽ കത്തിയാകെ അലുമ്പായി ആകെ നാശമായി ഗൈസ്. ഓക്കെ, അങ്ങനെ ആകെ തവിട് പൊടി നമ്മുടെ വീട് പോയി ഗൈസ്. ഓക്കെ, അങ്ങനെ ഗൈസ് നമ്മുടെ വീടൊക്കെ പോയതിന് ശേഷം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഒരുവിധം റെഡിയായി വന്നതിന് ശേഷം വാങ്ങിച്ച ഒരു പുതിയ വണ്ടികളൊക്കെയാണ് ഗൈസ്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലൊരു ഡിഫൻഡർ ഉണ്ടായിരുന്നു, ആ വണ്ടിയൊക്കെ പോയി ഗൈസ്. ഓക്കെ, എന്ത് ചെയ്യാനല്ലേ. ഓക്കെ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആകെയുള്ള വണ്ടി ഇതാണ്. അത് മാത്രമല്ല നമ്മുടെ വീടുകളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. വീട് മൊത്തത്തിൽ നശിച്ച് പണ്ടാറടങ്ങി പോയിട്ടുണ്ട് കേട്ടാ. നമുക്കിനി ഒരു പുതിയൊരു വീടും കൂടെ വാങ്ങിക്കണം. ഓക്കെ, എന്തായാലും നമ്മുടെ ആ ഒരു അവസാനത്തെ വീടിൻ്റെ കണ്ടിന്യൂഡ് എന്ന് വേണമെങ്കിലൊക്കെ പറയാം, അല്ലെങ്കിൽ ഒരു വേറെ സ്റ്റോറി വീഡിയോ എന്നൊക്കെ പറയാം കേസ്. ഓക്കെ, കണ്ടിന്യൂഷൻ എന്ന് പറയാം. ഓക്കെ, നമുക്കെന്തായാലും ഒരു നല്ലൊരു വീടുകളൊക്കെ വാങ്ങിക്കണം കേസ്. ഓക്കെ, നമ്മുടെ വീട് മൊത്തത്തിലാകെ കത്തി നശിച്ച് തവിട് കൂടി പോയിട്ടുണ്ട് കേസ്. ഓക്കെ, നമുക്കപ്പോൾ ആ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. അതിൻ്റെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണോ അതൊരു ഐഡിയ ഇല്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന വീടാണ് ഗൈസ് നമ്മുടെ വീടെന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം സത്യത്തിൽ നമ്മുടെ വീടല്ല ഗൈസ്, ഇതിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ വീടുകളൊക്കെയാണ് വെച്ചാൽ ഈ ഒരു വീടുകളൊക്കെ ഗവൺമെൻറ് അങ്ങനെ നൈസായിട്ട് അങ്ങ് എടുത്ത് കേസ് വെച്ചാൽ ഇത് മൊത്തത്തിൽ കത്തിയ വീടാണ്. ഓക്കെ, ഇതിൻ്റെ ഈ പ്ലോട്ടോ ഒന്നും തന്നെ നമുക്ക് തിരിച്ചു കിട്ടത്തൊന്നും തന്നെയല്ല, മൊത്തത്തിൽ ഗവൺമെൻറ്റുകളൊക്കെ അങ്ങ് എടുക്കാനായിട്ട് പോവുകയാണ് കേസ് ഈ ഒരു വീട് മൊത്തത്തിൽ. ഓക്കെ, എൻ്റെ മുമ്പ് ഇതെന്താണ് നമ്മൾ കയറി വന്ന വഴിയാണ് കേസ് മൊത്തത്തിൽ ഇടിച്ച് പൊളിഞ്ഞ് കിടക്കണ. ഓ, ഇവരെന്തോ സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ. നമ്മുടെ ഇതിൻ്റെ മണ്ടക്കൊക്കെ ഫുള്ളായിട്ട് പൊളിഞ്ഞ് പണ്ടാറായി കിടന്നാണ്. അത് മൊത്തത്തിൽ എന്തായാലും ഇവരെന്തായാലും എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വീട് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് ചെറുതായിട്ട് തോന്നുന്നത്. ഇവിടെ ഉണ്ടോ എന്തൊക്കെ കെട്ടി ഇങ്ങനെ വെച്ചേക്കാണ്. എനിക്ക് തോന്നുന്നു കേസ്, എനിക്ക് തോന്നുന്നു ഈ വീട് ഫുള്ളായിട്ട് ഇവരെന്തായാലും മറച്ച് വെച്ചിട്ട് ഇവിടെ എന്തെങ്കിലും ബിൽഡിങ്ങോ എല്ലാം പണിയാൻ പോകണമായിരിക്കും. എനിക്കൊരു ഐഡിയ ഇല്ല കേസൊക്കെ. ഇവിടെ മൊത്തത്തിലൊക്കെ പൊളിഞ്ഞ് കിടക്കുകയാണ്. നമ്മുടെ വണ്ടിയുടെ ഡോറൊക്കെ കിടക്കണം. നമ്മുടെ ഡിഫൻഡർ, നമുക്ക് ഡിഫൻഡർ എങ്ങനെയെങ്കിലും ശരിയാക്കി എടുക്കണം. ഓക്കെ, വണ്ടി മൊത്തത്തിൽ കത്തി ബ്ലാസ്റ്റായി. വീടിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ ഇൻറ്റീരിയർ വലുതായിട്ട് കാര്യമായിട്ടൊന്നും കുഴപ്പമില്ല, പക്ഷേ ഇതിന് മുമ്പേ കുഴപ്പമായിരുന്നു കേസൊക്കെ. വീട് ഫുള്ളായിട്ട് ശരിയാക്കി എടുത്തതാണ്. ഓക്കെ, ശരിയാക്കി എടുത്ത മീൻസ് ഫുള്ളായിട്ടൊന്ന് ആ ബ്ലോക്കൊക്കെ ഒന്ന് മാറ്റിയെടുത്തപ്പോൾ ശരിയായി കേസൊക്കെ. എൻ്റെ മണ്ട പക്ഷെ എന്താണ് എന്തോ എൻ്റെ മോനെ താഴത്തേക്കാളും കൂടുതൽ സീൻ എൻ്റെ മണ്ടയൊക്കെയാണ്. മണ്ട ഫുള്ള് പോയേക്കാണ് കേസാണ്. എൻ്റെ ഒരു ഏതാണ് ജിമ്മ് പോലത്തെ ഒരു സംഭവം നമ്മുടെ വീട്ടിലുള്ളത്, അത് മൊത്തത്തിൽ പൊളിഞ്ഞു പോയിട്ടുണ്ട്. എല്ലാം കൂടെ അടിച്ചു കയറി നമ്മുടെ വീടിൻ്റെ മണ്ട കയറിയിട്ടുണ്ട്. അടിച്ചു കയറി വാന്ന് പറഞ്ഞിട്ടുള്ള പോലെ നമ്മുടെ വീടിൻ്റെ അകത്ത് എല്ലാം കൂടെ പൊളിഞ്ഞു കയറിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേസ് നമ്മുടെ വീടിൻ്റെ എന്ന് വെച്ചാൽ. ഓക്കെ, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നൊരു ഐഡിയ ഒന്നുമില്ല കേസ്. ഓക്കെ, നമുക്ക് എങ്ങനെയെങ്കിലും ഒരു നല്ലൊരു അടിപൊളി ഒരു മാൻഷനോ വീടോ എന്തെങ്കിലും സെറ്റാക്കണം കേസ്. ഓക്കെ, അല്ലാതെ നമുക്ക് താമസിക്കാൻ വേറെ സ്ഥലമൊന്നുമില്ല, അല്ലേടാ ഷിൻജാനെ? യെസ് ഗൈസ്, നമ്മളാണെങ്കിൽ ഇന്നലെയൊക്കെ ഉറങ്ങിയത് ഗൈസ് ഈ ഒരു BMW കിടക്കുകയാണ്. എല്ലാ ദിവസവും ഈ BMW കിടക്കാൻ പറ്റില്ലല്ലോ ഗൈസ്. ഓക്കെ, ബൗ ബൗ എൻ്റെ വീടൊക്കെ പൊളിഞ്ഞ് തവിട് പൊടിയായി പോയി ഈ ഒരു സ്ഫോടകം പൊട്ടിച്ചപ്പോൾ. എന്നാലും എൻ്റെ ഫ്രാങ്ക്ലിനാ, നീ ഇത്രയ്ക്ക് പൊട്ടനായി പോയല്ലോ. നീ എന്തിനാണ് എന്നോട് ബോംബ് കൂടെ എടുത്തിട്ടാ? മര്യാദയ്ക്ക് കെമിക്കൽസും ജെറിക്കാനും മാത്രം ഒഴിച്ചാൽ പോരെ. ഈ എൻ്റെ കൂടെ സ്റ്റിക്കി ബോംബും കൂടെ എറിഞ്ഞു, അതുകൊണ്ടാണ് എല്ലാം കൂടെ പൊട്ടിത്തെറിച്ചത്. സോറിയുടെ ചോപ്പേ, സോറിയുടെ ഷിൻജാനെ. ആ ഒരു പൊട്ട എക്സ്പീരിയൻറ്റ് കാരണമാണ് നമുക്ക് ഈ അവസ്ഥ പറ്റിയത്. പൈസക്കൊന്നും സീനോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നമ്മുടെ ഫ്രാങ്ക്ലിനൊക്കെ. നമ്മുടെ ഫ്രാങ്ക്ലിൻ $1 million ഉണ്ട്. പക്ഷെ നല്ലൊരു മാൻഷനോ ഒന്നും തന്നെ നമ്മുടെ സിറ്റിയിൽ കിട്ടാല്ലേ. ഞാൻ ഇവിടെ ഇപ്പോൾ ലെസ്റ്ററിനോട് 2-3 വിളിച്ചെന്നാലും പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും 2-3 മാൻഷനൊക്കെ നോക്കി വയ്ക്കാനായിട്ട്. നമുക്ക് എന്തായാലും കേസ് നൈസായിട്ട് എന്തായാലും ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ചുമ്മാ കുറച്ച് നേരം ഒന്ന് നിൽക്കാം കേസൊക്കെ. ലെസ്റ്ററുകളൊക്കെ ഇപ്പോൾ 2-3 മാൻഷൻ്റെ ലൊക്കേഷനുകളൊക്കെ ഇടാമെന്ന് പറഞ്ഞു. ഇവിടെ അടുത്തൊരു നല്ലൊരു മാൻഷനുണ്ട്, പക്ഷെ സെയിലായി പോയിട്ടുണ്ട്. ആ ഫ്രണ്ടിൽ കാണുന്നത്. ഓക്കെ, നമ്മളത് വാങ്ങിക്കാൻ നിന്നതാണ്, പക്ഷെ അത് സെയിലായി പോയി കേസൊക്കെ. എന്തായാലും ലെസ്റ്റർ എന്തായാലും 2-3 മാൻഷൻ്റെ ലൊക്കേഷൻ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മുടെ ലെസ്റ്ററുകളൊക്കെ ഫൈനലി ആ ഒരു ലൊക്കേഷനിലൊക്കെ അങ്ങ് അയച്ചു തന്നിട്ടുണ്ട്. നമ്മളൊന്നും നോക്കിയില്ല, നമ്മുടെ BMW എടുത്തുകൊണ്ട് പിടച്ചു തന്നിട്ടുണ്ട്. ഈ വണ്ടി നൈസാണ് കേട്ടോ. നമ്മൾ പുതിയതായിട്ട് എടുത്ത വണ്ടിയാണ്. നമ്മുടെ ഡിഫൻഡറാണെങ്കിൽ കത്തിക്കരിഞ്ഞൊരു പരിവായിട്ടുണ്ട്. ആ വണ്ടി ശരിയാക്കാൻ പറ്റുമോ എന്ന് എനിക്കൊരു ഐഡിയ തന്നെയല്ലോ. ഓക്കെ,
നമ്മളെന്തായാലും അതിന് പകരമായിട്ട് നമ്മൾ വാങ്ങിച്ച വണ്ടിയാണ്, പുതിയ വണ്ടി നോക്കണം. ആ കാണാൻ ഷോറൂമിൽ നിന്ന് വാങ്ങിച്ചാണ്, അവിടെ അറ്റത്തൊരു ഷോറൂം ഉണ്ടല്ലോ, അവിടെ നിന്ന് വാങ്ങിച്ചാണ്. ഓക്കെ, ഒരു കിടിലൻ വണ്ടിയാണ്. ഓക്കെ, BMW M3 ആണ്. ഓക്കെ, അല്ലടാ ഷിൻചാൻ, ഒരു നൈസ് വണ്ടിയല്ലടാ. ആ ഫ്രാങ്ക്ലി ചേട്ടൻ ഒരു കിടിലൻ വണ്ടിയാണ്. ഫ്രാങ്ക്ലി ചേട്ടൻ അങ്ങോട്ട് നോക്കി, അവിടെ ഒരു കിടിലൻ മാൻഷൻ ലെഫ്റ്റ് സൈഡിൽ. ആടാ ഷിൻചാനെ, ഞാൻ കണ്ടാ. ഓക്കെ, നമ്മളെന്തായാലും ഇവിടെയാണ് എന്തായാലും എത്തിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ലെസ്റ്ററുകളൊക്കെ 2 ലൊക്കേഷൻ വെച്ചാൽ അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, 2 മാൻഷൻ്റെ ലൊക്കേഷനുകളൊക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ മാൻഷൻ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, നമ്മുടെ മറ്റേ മാൻഷൻ അത്യാവശ്യം നല്ല വലിയൊരു മാൻഷനാണ്. പക്ഷേ അതിലെന്തായാലും ഒറ്റ ഒരു ഫ്ലോറേ നമുക്ക് യൂസ്ഫുള്ളായിട്ട് എന്തായാലും ഉള്ളൂ. ഓക്കെ, അതിൻ്റെ മണ്ടയ്ക്കുള്ള ഫ്ലോർ നല്ല യൂസ്ഫുള്ളാണ്. പക്ഷേ അവിടെ നമുക്ക് വർക്കൗട്ടും പിന്നെ ജിമ്മ് പോലത്തെ ഒരു സെറ്റപ്പാണ് കേസ്. ഓക്കെ, നമുക്ക് ആകെ മുറിയായിട്ട് എല്ലാം കൂടെ ഉള്ള സംഭവം എന്ന് വെച്ചാൽ ആ ഒരു ഹോള് പോലത്തെ ഒരു സംഭവമാണ്. ഓക്കെ, നമ്മളെന്തായാലും ഈ ഒരു വീട്ടിലെന്തായാലും കയറിയിട്ട് എന്തായാലും ഉണ്ട്. ഈ വീടിൻ്റെ ലൊക്കേഷൻ ലെസ്റ്ററാണ് അയച്ചത്. ഒരു വീടിൻ്റെ ലൊക്കേഷനും കൂടെ ഉണ്ട്. ഓക്കെ, ഈ വീട് അത്യാവശ്യം കൊള്ളാം കേട്ടോ. ഇയാളിത് എന്താണ് കാണിക്കണത്? പക്ഷെ എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. എൻ്റെ പൊന്നെ ഫ്രാങ്ക്ലിനെ താൻ എന്താടാ കാണിക്കണത്? എടാ ഷിൻചാനെ, ടൈഗറെ ഇങ്ങോട്ട് വാടാ, നമുക്ക് ഈ വീടൊന്ന് എക്സ്പ്ലോർ ചെയ്ത് കാണാം. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ താഴോട്ട് എന്തായാലും വരികയാണെങ്കിൽ ഇവിടെ ചെറുതായിട്ട് ഇങ്ങോട്ട് പോകാനുള്ളൊരു വഴികളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലേ കൂടെ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇങ്ങോട്ട് കയറാം. അതേപോലെ തന്നെ ഇവിടെ സൈഡിലോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചെറിയ ഈ ഒരു ബെഡ്റൂം പോലത്തെ ഏരിയയിലോട്ട് കയറാം. ഓക്കെ, നൈസാണ് കേട്ടോ, നല്ലൊരു വീടാണ് അത്യാവശ്യം. ഓക്കെ, അയ്യോ സോറി, ബെഡ്റൂം അല്ല, ഇത് ഹോളാണ് കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ ഒരു എൻട്രൻസ് പോലത്തെ ഒരു സെറ്റപ്പാണ്. അതേപോലെ തന്നെ ഇങ്ങനെ വന്നിട്ട് ഇതേപോലെ സൈഡ് എടുത്തിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് നേരെ ഫ്രണ്ടിലോട്ട് പോയിട്ട് താഴെ പോയി കഴിഞ്ഞാലാണ് നമുക്ക് ബെഡ്റൂം ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ള. ഈ വീട്ടിലില്ല, പിന്നെ ഒരു സ്വിമ്മിങ് പൂൾ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഇവിടെ ആണെങ്കിൽ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം നല്ല സ്ഥലമൊക്കെ ഉണ്ട്. ഇവിടെ ഒരു മരമൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് സ്വിമ്മിങ് പൂൾ എന്ന് വെച്ചാൽ. ഓക്കെ, ഇതാണ് കേസ് നമ്മുടെ ബെഡ്റൂം. എൻ്റെ മോനെ കേസ് ഒരു നൈസ് ബെഡ്റൂമാണ് കേട്ടോ ഈ വീട്ടിലുള്ളതെന്ന് വെച്ചാൽ. നല്ലൊരു ബെഡ്റൂമാണ്, അതിലൊരു സ്വിമ്മിങ് പൂളുണ്ട്, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ആയി വീടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ മേളിലോട്ട് എന്തായാലും കയറിപ്പോവാം. ഇയാളിത് എന്താണ് കാണിക്കണ? ഈ ഫ്രാങ്ക്ലിനിത് എന്താണെന്ന് കാണിക്കണേ? എനിക്കൊരു ഐഡിയ ഇല്ല. ഓക്കെ, ഇയാളിത് എന്തൊക്കെയാണെന്ന് കാണിക്കണം. ഓക്കെ, നമുക്ക് എന്തായാലും മേളിലോട്ട് എന്തായാലും കയറിപ്പോവാം. ഓക്കെ, അപ്പം ഇതൊരു നൈസൊരു വീട് കാണാനൊക്കെ തന്നെയാണ്. അതേപോലെ ഇവിടെയാണ് ഒരു കാർ പോർച്ച് കൂടെ ഉണ്ട്. ഇവിടെ ഒരു വണ്ടി നല്ല സുഖമായിട്ട് പാർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ BMW ഒക്കെ അടിപൊളിയായിട്ട് പാർക്ക് ചെയ്തിട്ട്. എടാ ഷിൻചാനെ, ടൈഗറെ വാടാ. ആ ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഞങ്ങളിതെത്തി. ബൗ ഫ്രാങ്ക്ലിനെ, ഒരു മിനിറ്റ്. ഓക്കെ, ഇവിടെ ഇപ്പം ഷിൻചാനും ടൈഗറും വണ്ടി ഒന്ന് കയറിയിട്ടുണ്ട്. ഫ്രാങ്ക്ലിൻ ചേട്ടാ എന്തായി? നമ്മൾ ഈ വീടാണ് എടുക്കണേ. എടാ ഷിൻചാനെ, ഞാൻ ഈ വീട് എടുക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല. ഇതൊരു നല്ലൊരു വീടാണ്. പക്ഷെ നമ്മുടെ ലെസ്റ്ററാണെങ്കിലല്ലോ ഒരു ലൊക്കേഷൻ കൂടെ അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, ആ ലൊക്കേഷൻ പക്ഷെ ഇവിടെ തൊട്ടടുത്താണല്ലോ കാണിക്കണത്. ഈ വീടിൻ്റെ തൊട്ട് സൈഡിലാണല്ലോ ലൊക്കേഷൻ കാണിക്കണത്. ഗൈസ്, ഈ വീടാണ് അപ്പോൾ സെല്ലിലിട്ട. എടാ ഷിൻചാനെ, നീ നേരത്തെ പറഞ്ഞല്ലോ ഉള്ളൂടാ ഈ വീട് നൈസ് വീടാണെന്ന്. എടാ ഈ വീട് സത്യത്തിൽ സെല്ലിലിട്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, നമുക്ക് ഈ വീട് നൈസായിട്ട് അങ്ങ് വാങ്ങിച്ചാലാ? എന്ത് പറയാം, നമുക്കൊന്ന് വീട് കണ്ടു നോക്കാം. എൻ്റെ മോനെ, നേരത്തെ ആ വീടില്ലേ, ആ വീടിനേക്കാളും നൈസ് വീട് കണക്കാണ് കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഓക്കെ, പക്ഷേ ഈ വീടെന്ന് വെച്ചാൽ ഒരു ഓൾഡ് മോഡൽ സ്റ്റൈലാണ്. ഓക്കെ, മറ്റേന്ന് വെച്ചാൽ ഒരു പുതിയൊരു മോഡൽ സ്റ്റൈലിങ്ങൊക്കെയാണ്. ഓക്കെ, ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. ഓക്കെ, പക്ഷെ എന്നാലും നൈസൊരു വീടാണ് ഇതെന്ന് വെച്ചാൽ. ഇവിടെ ഇഷ്ടം പോലെ കാറ് പാർക്ക് ചെയ്യാം. മറ്റേ വീടിനാകെ കൂടെ കാർ പോർച്ചിലാകെ ഒരു കാറേ പാർക്ക് ചെയ്യാൻ പറ്റുമോ. അതല്ല, നമുക്ക് ഇവിടെ വെളിയിലൊക്കെ ആയിട്ട് അത്യാവശ്യം കാറ് പാർക്ക് ചെയ്യാൻ പറ്റും മറ്റേ വീട്ടിൽ. ഈ വീട്ടിൽ ആ സൈഡിലും കൂടെ എന്തോ സെറ്റപ്പ് ഉണ്ടെന്നാണ്. ഓക്കെ, ഇപ്പോൾ ഈ വീട്ടിലോട്ട് ഫസ്റ്റ് വരികയാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഒരു കാർ പോർച്ചുകളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ആണെങ്കിൽ വലിയൊരു ഗാർഡൻ പോലെ ഉണ്ട്. എൻ്റെ പോലെ ഇവിടെ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതും ഒരു കാർ പോർച്ച് കണക്കാണ്. ഇവിടെയും വണ്ടി പാർക്ക് ചെയ്യാം. ചില വീട്ടിലൊക്കെ ആണെങ്കിൽ ചേർന്ന് ഇങ്ങനെ ഒരു സാധനം ഇരിക്കുമല്ലോ, അതാണ്. നമുക്ക് കുറച്ച് എന്നാലും വീടിൻ്റെ അകത്തെന്നാലും ഒന്ന് കയറി. ഓക്കെ, അകത്തുനിന്ന് നമുക്ക് എന്നാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മളങ്ങനെ ഈ വീടിൻ്റെ അകത്തെന്നാലും കയറി. എൻ്റെ മോനെ, വീട് നൈസാണ് കേട്ടോ. വീട്ടിൽ കയറുമ്പോൾ തന്നെ ഒരു ലാമ്പ് പോലത്തെ സംഭവമുണ്ട്. അതേപോലെ തന്നെ മോളോട് സ്റ്റേഴ്സ് ഉണ്ട്. എന്തായാലും ഫസ്റ്റ് എന്തായാലും ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോർ ഫുള്ളായിട്ടൊന്ന് ചുറ്റിക്കാണാം. ഓക്കെ, ഇതിലേക്കൂടെ പോയി കഴിഞ്ഞാൽ ഇതുകൊണ്ട് കാർ പോർച്ചാണ്. എസ് ഗൈസ്, കാർ പോർച്ചാണ്. ഇതിലേക്കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗാരേജിലോട്ടാണ് എത്തണം. അതായത് നമ്മുടെ കാർ പോർച്ച്. ഇവിടെ പിന്നെ ഒരു ചെറിയൊരു കിച്ചൺ പോലത്തെ സെറ്റപ്പ് ഉണ്ട് കേട്ടോ, നൈസാണ്. അതേപോലെ തന്നെ ഇതാണ് ഹാളെന്ന് വെച്ചാൽ. ഓക്കെ,
ഇവിടെ ഉണ്ട് ഒരു ടി വി ഒക്കെ വെച്ചിട്ടുണ്ട്, ഇതിലേ കൂടെ വരാം. എൻ്റെ ഇവിടെ കുറേ ലൈറ്റ്സൊക്കെ വെച്ചിട്ടുണ്ട്. നൈസൊരു വീടാണ് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ഇതാണ്, ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് പോലെ ഉണ്ട്. അതേപോലെ തന്നെ ബാക്ക് സൈഡിൽ വരികയാണെങ്കിൽ വലിയൊരു സ്വിമ്മിങ് പൂള് പോലെയൊക്കെ ഉണ്ട്. നമ്മുടെ മറ്റേ വീട്ടിലാണെങ്കിൽ സ്വിമ്മിങ് പൂളുണ്ട്, പക്ഷെ അത് ഇത്രയും അടിപൊളി ഒരു സ്വിമ്മിങ് പൂളല്ല. ഈ വീട്ടിലാണെങ്കിൽ പിന്നെ നമുക്ക് സ്വിമ്മിങ് പൂൾ ഇങ്ങനെ കിടന്നൊക്കെ എൻജോയ് ചെയ്യാനൊക്കെ പറ്റും. എൻ്റെ മോനെ മറ്റേ ചെറിയ സ്വിമ്മിങ് പൂളാണ്, ഇതിൻ്റെ എന്ന് വെച്ചാൽ വലിയൊരു സ്വിമ്മിങ് പൂളാണ്. ഇവിടെ പിന്നെ ചെറിയ എന്തോ സ്വിമ്മിങ് പൂളത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഓക്കെ, നൈസാണ് കേട്ടോ, ഒരു അടിപൊളി ഒരു വീടുകളൊക്കെയാണ് ഇതെന്ന് വെച്ചാൽ. ഓക്കെ, പിന്നെ ഈ ഒരു സൈഡിലോട്ട് പറഞ്ഞാൽ ഇവിടെ നമുക്ക് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യട്ടെ. ഇവിടെ നിന്ന് ഇങ്ങനെ ബാക്കിലോട്ടൊക്കെ എന്തായാലും വണ്ടികളൊക്കെ അങ്ങ് പാർക്ക് ചെയ്യാം. ഇവിടെ ചെറിയ റൂം പോലെ ഉണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞത് നേരത്തെ. പിന്നെ ഈ ഒരു വീടിൻ്റെ ബാക്കിലാണ് ഒരു ടെന്നീസ് കോർട്ടും കൂടെ ഉണ്ട് കേസ്. ഓക്കെ, ഇതാണെന്ന് വെച്ചാൽ ഈ വീടിൻ്റെ ഒരു ടെന്നീസ് കോർട്ടെന്ന് പറയുന്നത്. ഇവിടെ എല്ലാം കാണിച്ചു തരാം. ഇവിടെ നല്ല വഴി ഇതിലേ കൂടെ. ഓക്കെ, ഈ വീട്ടിലാണെങ്കിൽ ഉണ്ട് ഒരു ടെന്നീസ് കോർട്ട് പോലെയൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കി നോക്കാം. എൻ്റെ മോനെ കണ്ട്, ഇതാണ് ടെന്നീസ് കോർട്ടെന്ന് പറയുന്നത്. ഇവിടെ ഉണ്ട് നെറ്റൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ടെന്നീസൊക്കെ കളിക്കുകയല്ലേ, നൈസായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഫുള്ളായിട്ട് പുല്ലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ഗാർഡൻ സെറ്റപ്പാണ്. ഓക്കെ, നല്ലൊരു വീടാണ് കേട്ടോ, നൈസൊരു വീടാണ്. വീട് കാണുന്ന സമയത്ത് ഒരു പഴയ മോഡൽ സ്റ്റൈലാണ്, പക്ഷേ നമ്മൾ നേരത്തെ കണ്ട വീടില്ല അതിനെക്കാളും കുറേ ഫ്യൂച്ചേഴ്സ് ഈ വീടിനുണ്ട്. ഈ വീടാണ് ഇഷ്ടം പോലെ കാർ പാർക്ക് ചെയ്യാം. ആ വീട്ടിൽ കൂടിപ്പോയാൽ ഒരു കാർ ഗാരേജ് പാർക്ക് ചെയ്യാം. വെളിയിലൊരു 4 വണ്ടിയൊക്കെ കയറുമായിരിക്കും. ഓക്കെ, ഈ വീട്ടിൽ പക്ഷേ 1 2 3 ഇവിടെ തന്നെ 3 വണ്ടി കയറും. ഫ്രണ്ട് പിന്നെ ഒത്തിരി വണ്ടി പാർക്ക് ചെയ്യാം. ഗാരേജിൽ 2 കയറണം കേട്ടോ. ഇത് അല്പം വലുതാണ്, നമ്മുടെ മറ്റേ വീട്ടിലുള്ള ചെറുതാണ്. ഓക്കെ, ഇതിപ്പോൾ നല്ലൊരു വീടാണല്ലേ, നൈസ്. ഓക്കെ, നമുക്കിതിൻ്റെ മണ്ടയ്ക്കുള്ള ഫ്ലോറും കൂടെ പോയി നോക്കാം. നമ്മൾ മണ്ടയ്ക്കുള്ള ഫ്ലോർ കണ്ടില്ലായിരുന്നു. നമുക്കിതിൻ്റെ മുകളിലൂടെ നോക്കാം, എന്നിട്ട് നമുക്ക് എന്തായാലും ഈ വീട് ഫിക്സ് ചെയ്യാം. ഓക്കെ ഓക്കെ ഇവിടെ ആയിട്ടൊരു ബെഡ്റൂം നമുക്കുണ്ട് കേട്ടോ, ഫസ്റ്റത്തെ ബെഡ്റൂം. ഓക്കെ, ഇതേപോലെ തന്നെ ഈ സൈഡിലോട്ട് പറയുകയാണെങ്കിൽ ഇതെന്ന് വെച്ചാൽ ഒരു ഇതെന്ന് വെച്ചാൽ ഒരു സൈഡാണ്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ ഒരു ബാത്റൂം സെറ്റപ്പാണ്. ഓക്കെ, ഇതാണ് ബാത്റൂം. ഈ വീടിന് അവിടെ ഇവിടെ ആയിട്ട് കുറേ റൂമുകൾ കൊണ്ടുപോട്ടെ, ഏതൊക്കെയാണെന്ന് കൺഫ്യൂഷനായി. ഇതെന്താണ്? ഓക്കെ, ഇത് നമ്മുടെ ബാൽക്കണികളൊക്കെയാണ് കേട്ടോ. എൻ്റെ ഇവിടെ നോക്കിയാൽ നല്ല വ്യൂങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് നൈസായിട്ട് ഇറങ്ങി ഇടയിൽ കൂടെയൊക്കെ കുറേ വഴിയൊക്കെ ഉണ്ട്. ഓക്കെ, ഇതാണ് കേസ് നമ്മുടെ വേറെ റൂമെന്ന് വെച്ചാൽ. ഇത് വലിയൊരു അടിപൊളി ബെഡ്റൂമാണ് കേട്ടോ. ഇത് പിന്നെ ഒരു ഡ്രസ്സിങ് റൂമാണ്. അടിപൊളി വീട് കേട്ടോ. എൻ്റെ ആളി ഇതിൽ കൂടെ ഈസിയായിട്ട് വണ്ടി വീട്ടിലും ചാടാം കേസ്. ഉണ്ട്, അടിപൊളി കേട്ടോ. ഇതിലെ കൂടെ ഈസിയായിട്ട് ചാടാം. ഓക്കെ, നൈസൊരു വീടാണ് കേസ്. നമുക്ക് നൈസായിട്ട് ഈ ഒരു വീടങ്ങ് ഉറപ്പിക്കാം കേസ്. നമുക്ക് എന്നിട്ട് ഈ വീട് നൈസായിട്ട് അങ്ങ് സ്വന്തമാക്കാം കേസ്. ഓക്കെ, ഇത് നല്ലൊരു വീടാണ്. ഓക്കെ, ഷിൻചാനെ പിഞ്ചാനെ നമ്മൾ ഈ വീട് വാങ്ങിക്കാനായിട്ട് പോകണടാ. അയ്യോ സോറി, ഷിൻചാനെ ടൈഗറെ നമ്മൾ ഈ വീട് അങ്ങ് വാങ്ങിക്കാൻ വേണം. സത്യമായിട്ടും ഫ്രാങ്ക്ലിൻ ചേട്ടൻ നമ്മൾ ഈ വീട് വാങ്ങിക്കാൻ വേണം തന്നെടാ ഷിൻചാനെ. ബൗ ഫ്രാങ്ക്ലിനെ എനിക്കുള്ള വീട് വേണടാ. ഇത് തന്നെടാ നിൻ്റെ വീട്. നിനക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വീട് ഞാൻ ഉടനെ സെറ്റാക്കി തരാടാ. ഫസ്റ്റ് നമുക്ക് ഈ വീടൊന്ന് സംസാരിച്ച് നോക്കാം. ഈ വീട് നമ്മൾ വാങ്ങിക്കാൻ പോകണം. ഇത് നൈസൊരു വീടാണ്, നേരത്തെ വീടൊക്കെയാണ്. ഫ്രാങ്ക്ലിൻ ചേട്ടാ ഇതൊരു കിടുക്കാച്ച വീടാണ്, നമുക്കിത് നൈസായിട്ട് അങ്ങ് വാങ്ങിക്കാം. ഓക്കെ ഗായ്സ്, ഫൈനലി നിങ്ങൾ ഇതുവരെ ആയിട്ട് കാത്തിരുന്ന പോലെ ഫൈനലി ഗൈസ് നമ്മൾ ഈ കാണുന്ന ലക്ഷറി ഹൗസ് നമ്മളങ്ങനെ ഫൈനലി ഗൈസ് അങ്ങനെ പർച്ചേസ് ചെയ്തേക്കാണ് ഗൈസ്. ഓക്കെ, അത് ഞാൻ ഷിൻചാന് ടൈഗറാണ് ഗൈസ് നമ്മൾ ഈ ഒരു വീടുകളൊക്കെ പർച്ചേസ് ചെയ്തേക്കണമെന്ന് പറയുന്നത്. ഓക്കെ, ഒരു കിടുക്കാച്ച വീടാണ്. ഞാൻ പിന്നെയല്ല, ഈ വീടിനാണെങ്കിൽ ചെറിയൊരു സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ഈ ഒരു സൈഡിലാണെങ്കിൽ ഇവിടെ ചെറിയ ആവശ്യമില്ലാത്ത റൂം പോലെ കിടന്നില്ല, അതിനെ ഞാൻ നൈസായിട്ട് അങ്ങ് ഈ വീടിൻ്റെ ഓണറിൻ്റെ കൂടെ പറഞ്ഞാലും മാറ്റിയിട്ട് എന്നാലും ഇതേപോലെ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ കാണാനായിട്ട് നൈസായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ ഇതിലോട്ട് ആരെയാണ് ചാനലിലോട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടുണ്ടോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കണും കൂടെ തന്നെ വിളിച്ചത് വീഡിയോസ് അല്ലെങ്കിൽ അപ്പോഴും നോട്ടിഫിക്കേഷൻ എനേബിൾ ആവുന്നതാണ്. അപ്പം പുതിയൊരു കിട്ടുന്ന വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.